നമസ്കാരം. ബംഗളൂരു രാമേശ്വരം കഫേയിലുണ്ടായ സ്ഫോടനത്തിന് 2022 മംഗലാപുരത്തും ശിവമോഗയിലും ഉണ്ടായ സ്ഫോടനങ്ങളുമായി സാമ്യമുണ്ടെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. നഗരത്തിലെ സ്ഫോടനത്തിന് ബംഗളൂരുവിലെ പ്രഷർ കുക്കർ സ്ഫോടനവുമായി ബന്ധമുള്ളതായി സംശയമുണ്ടെന്ന് സിറ്റി പോലീസും അറിയിച്ചു. കഫേയ്ക്കുള്ളിൽ നിന്നും കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങളും സമാനമാണ്. ടൈമറും മറ്റു കാര്യങ്ങളും മംഗലാപുരം ശിവമോഗ സ്ഫോടനങ്ങളുമായി ചേർത്ത് വയ്ക്കാവുന്നതാണെന്നും ശിവകുമാർ പറഞ്ഞു. പ്രതിയെന്ന് സംശയിക്കുന്നയാളിന്റെ ദൃശ്യം പുറത്തുവിട്ടിട്ടുണ്ട്. ടൈമർ ഉപയോഗിച്ചുകൊണ്ടാണ് സ്ഫോടനം നടത്തിയതെന്നും വ്യക്തമായിട്ടുണ്ട്. സമാനതകൾ സംശയിക്കുന്ന സാഹചര്യത്തിൽ മംഗലാപുരം ശിവമോഗ പോലീസ് സംഘം അന്വേഷണവുമായി ബംഗളൂരുവിലെത്തി. പ്രാദേശിക സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തീവ്രത കുറഞ്ഞ സ്ഫോടനമാണിതെങ്കിലും സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് ശിവകുമാർ വ്യക്തമാക്കി. IED ഉപയോഗിച്ച സ്ഫോടന സംവിധാനം, ടൈമറിന്റെ ബാറ്ററികൾ എന്നിവയെല്ലാം മംഗലാപുരം സ്ഫോടനത്തിന് ഉപയോഗിച്ചതിന് സമാനമാണ്. വൈറ്റ് ഫീൽഡ് ഏരിയയിലെ തിരക്കേറിയ രാമേശ്വരം കഫേയിൽ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞുണ്ടായ സ്ഫോടനത്തിൽ 10 പേർക്കാണ് പരിക്കേറ്റത്. അന്വേഷണത്തിനായി 8 പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ചു. സർക്കാർ നീതിയുക്തമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ BY വിജയേന്ദ്രയും ആവശ്യപ്പെട്ടു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്വേഷണത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം. NIA, IB എന്നീ ഏജൻസികളുമായി സഹകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. NIA സംഭവ സ്ഥലത്ത് പരിശോധന നടത്തി. നിലവിലെ UAPA തടവുകാരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. UAPA ചുമത്തിയതിനാൽ ദിവസങ്ങൾക്കകം കേസ് NIA ഏറ്റെടുക്കും. ഇത് സംബന്ധിച്ച് സംസ്ഥാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് നൽകും. അതേസമയം രാമേശ്വരം കഫേയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട 4 പേർ കസ്റ്റഡിയിലായിരുന്നു. ബംഗളൂരു, ധാർവാഡ്, ഹുബ്ബള്ളി സ്വദേശികളാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് സെൻട്രൽ ക്രൈം ബ്രാഞ്ച് അറിയിച്ചു. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തുവിടുമെന്ന് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ B ദയാനന്ദ അറിയിച്ചു. അതേസമയം സ്ഫോടനത്തിൽ പരിക്കേറ്റവരിൽ 46-കാരിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടേക്കും. രാമേശ്വരം കഫേയിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് സ്ഥിരീകരിക്കാത്ത പരാമർശങ്ങൾ നടത്തി കർണാടക മന്ത്രിമാർ പോലീസ് അന്വേഷണത്തെ സ്വാധീനിക്കരുതെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അന്വേഷണത്തെ സ്വാധീനിക്കുന്നതിൽ നിന്നും മുൻവിധികളിൽ നിന്നും വിട്ടുനിൽക്കാൻ മന്ത്രിമാരോട് നിർദ്ദേശിക്കണമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോടും സിറ്റി പോലീസ് കമ്മീഷണറോടും കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു. സംഭവത്തെ ഗ്യാസ് സിലിണ്ടർ സ്ഫോടനമായും ബിസിനസ് വൈരാഗ്യമായും ചിത്രീകരിച്ചുള്ള പ്രസ്താവനകൾ നടത്തി അന്വേഷണത്തെ സ്വാധീനിക്കുന്നതിൽ നിന്ന് മന്ത്രിമാരെ തടയണമെന്നാണ് ബംഗളൂരു പോലീസ് കമ്മീഷണറോടും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോടും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.